ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കൃപാസനത്തെക്കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അതുപോലെ തന്നെ ലൈക്സ് ഒക്കെ തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് പത്രം നമുക്ക് വായിക്കാം അല്ലേ, ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾക്ക് വായിക്കാം. പലർക്കും അതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണക്കുറവുള്ളതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി പേര് നമ്മുടെ കമൻസിലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് അത് വായിക്കണ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം കൃപാസനത്തിന്റെ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ, പത്രവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഉടമ്പടി എടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നേരിട്ട് കൃപാസനം മരിയൻ ഷ്രൈൻ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇമെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് കയറേണ്ടത്. നമുക്ക് ലാംഗ്വേജ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് സെലക്ഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഹോം പേജ്, നമ്മുടെ കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഹോം പേജ് ഞങ്ങളെക്കുറിച്ച്, ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന, ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന, മരിയൻ തപസ്, ധ്യാന പ്രോഗ്രാമുകൾ, സാക്ഷ്യങ്ങൾ, മരിയ സന്ദേശം, വാർത്തകൾ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വായിക്കേണ്ടത് ഇപ്പോൾ കൃപാസന പത്രമാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പത്രങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ വായിക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പം വിദേശത്തൊക്കെ ആയിരിക്കുന്നവർക്ക് ഫിസിക്കലായിട്ട് നമ്മൾ കൃപാസന ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പോലെ പത്രമോ കാര്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്കത് ആ പത്രം കിട്ടിയില്ലെങ്കിൽ കൂടി നമുക്ക് ഓൺലൈനായിട്ട് ആ പത്രം കയറി വായിക്കുകയും അധ്യാനിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ആർക്കും ഒന്നും അറിയേണ്ടതില്ല. അതിലപ്പുറം തന്നെ നമുക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പത്രം നമുക്ക് പല ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ്, അങ്ങനെ പല ലാംഗ്വേജുകളും നമ്മൾ ഈ ഒരു പത്രം അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പത്രം വായിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കൃപാസനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മുടെ കൃപാസന പ്രസിദ്ധീകരണങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു സാക്ഷ്യമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പം ഇത് അത്രയേ ഉള്ളൂ ഇന്നത്തെ.